ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയുടെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാൻ പോവുകയാണ്. അവിടുത്തെ തിരക്ക് കണ്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറുന്നതിന് എൻട്രൻസ് ഫീസ് വലിയ ആൾക്കാർക്ക് 100 രൂപയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയുമാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഈ പാർക്കിൻ്റെ പ്രവർത്തന സമയം. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളുമൊക്കെ ആയിട്ട് വരുന്ന സീസണായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഊട്ടി മെയിൻ ടവറിൽ നിന്നും 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഉദ്യാനമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ഇത്. തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഗാർഡൻ 1748 മാർക്കിസ്റ്റ് എന്ന പേരുള്ള വിദേശിയാണ് 55 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചത്. എല്ലാ വർഷവും മെയ് മാസം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പുഷ്പമേള നടക്കുന്നുണ്ട്. ഈ പുഷ്പമേള കാണുന്നതിന് ധാരാളം ആൾക്കാർ ആ സമയത്തിവിടെ വന്നു ചേരാറുണ്ട്. ഈ ഗാർഡൻ ഫുള്ളും ചുറ്റി സഞ്ചരിക്കണമെങ്കിൽ ഒത്തിരി നേരം വേണം. ഞങ്ങൾ എന്ന് വൈകുന്നേരമായി താമസിച്ചു, അധികം സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കുറച്ച് കാണാമെന്ന് ഒക്കെ നോടിത്ത് കണ്ട് പിന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ വെച്ച് അങ്ങനെ ഞങ്ങൾ 2-3 റീൽസും ഒക്കെ ചെയ്ത് തിരികെ ഇറങ്ങേണ്ട സമയമായി. അന്നേരത്തേക്കും അധികം കാഴ്ചയൊന്നും കാണാൻ പറ്റിയില്ല. മൊത്തം ഒന്ന് ചുറ്റി സഞ്ചരിക്കാനുള്ള സമയവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധികം ചുറ്റിയില്ല. പിന്നെ എല്ലാവർക്കും കാലുവേദനയൊക്കെ ഉള്ളവരായതുകൊണ്ട് അധികം അങ്ങോട്ട് നമ്മൾ സഞ്ചരിച്ചില്ല. ഊട്ടിയിലെ ക്ലൈമറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഇച്ചിരി തണുപ്പ് കൂടിയായിരുന്നു, അല്ലാതെ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. അങ്ങനെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വഴിയിലെല്ലാം ഭയങ്കര തിരക്കാണ്, ആൾക്കൂട്ടം കണ്ടോ. അടുത്തിടുന്ന് ഞങ്ങൾ നഗരക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ തിരികെ റൂമിലേക്ക് ചെന്നു. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയതിന് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അടുത്ത് ഞങ്ങൾ പോകുന്നത് ബോട്ടിങ്ങിനാണ്. ആ കാഴ്ച ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾ ഇവിടെ നിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ചൂട് പൂരിയെ ഇഡ്ഡലി ദോശ അങ്ങനെ ഐറ്റംസ് എല്ലാം കിട്ടി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. തലേ ദിവസം രാത്രി ഞങ്ങളൊരു ഡിന്നർ കഴിക്കാനൊരു ഹോട്ടലിൽ കയറി. ഹോട്ടൽ പാരഡൈസ്. അവിടെ നല്ല സൂപ്പർ ബില്ലായിരുന്നു. അവിടെ 2 പൂരിക്ക് 150 രൂപ, ഒരു ചപ്പാത്തിക്ക് 50 രൂപ, ഒരു കാപ്പിക്ക് 35 രൂപ, അങ്ങനെ നീളമായിരുന്നു അവിടുത്തെ ബില്ലുകൾ.
അതുകൊണ്ട് ഊട്ടിയിലൊന്നും ചെന്നാൽ വലിയ വലിയ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ബില്ലാണ്. നമ്മളിതുപോലെ ചെറിയ സെറ്റപ്പിൽ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതാണ് ലാഭം. അങ്ങനെ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങളിവിടെ. ആ സമയത്ത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. 65 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഊട്ടിയിലെ തടാകം ഊട്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ്. ഓരോ ടൈപ്പ് ബോട്ടിങ്ങിനും ഓരോ റേറ്റാണ്. ഏകദേശം 10ഓളം കൗണ്ടറുകളോളം ഉണ്ട് ഇവിടെ. ഞങ്ങൾ 8 പേര് കയറുന്നൊരു ബോട്ടിൽ കയറി. അതിന് 950 ആയിരുന്നു റേറ്റ്. പിന്നെ നമ്മളെ എക്സ്ട്രാ കുറച്ച് സമയം കൂടെ ഒന്ന് റൗണ്ട് ചെയ്യിക്കുന്നതിന് 100 രൂപ കൂടുതൽ കൊടുത്താൽ കുറച്ച് സമയം കൂടെ ഒന്ന് റൗണ്ട് ചെയ്യിപ്പിക്കും. ആ പോകുന്നത് ചെറിയ ടോയ് ട്രെയിനാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഊട്ടിയിലെ ബോട്ട് യാത്രയിലാണ്. അതിമനോഹരമാണ്. സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ പോകാം. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കി ആൾക്കാരാണ്. 2 ബോട്ടിലായിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് അവരാണ് ഈ വരുന്നത്. ഇതൊക്കെയാണ് ബോട്ടിങ്ങിൻ്റെ കാഴ്ചകൾ. അടുത്ത ഊട്ടിയുടെ ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഒരു നീർക്കാക്ക പോകുന്ന കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.
ഞങ്ങൾ ഇവിടെയുള്ള ടോയ് ട്രെയിനിൽ കയറിയില്ല, ഞങ്ങൾ വേറെ ട്രെയിനിൽ കയറുന്നുണ്ട്, അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.